എഫ് ഡി ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എഫ് ഡി ഇൻവെസ്റ്റ്മെൻറ്റ്സ് എപ്പോഴും വളരെ സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത്. ഇത് സത്യത്തിൽ കംപ്ലീറ്റ്ലി സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് ഒരു ബാങ്കിനും നമുക്കൊരു ഉറപ്പില്ല ഇത് കൃത്യമായിട്ട് ഉണ്ടാവുന്നുള്ളത്. നാളെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നമ്മൾ നടത്തിയിരിക്കുന്ന ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ എമൗണ്ട് അവിടെ ലോക്കായി. ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു എഫ് ഡി ഇട്ടിരിക്കുന്നു, ഒരു 10 ലക്ഷം രൂപയുടെ എഫ് ഡി ആണ് ഉള്ളത്. നാളെ ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 10 ലക്ഷം രൂപ നമുക്ക് കിട്ടുമോ ചോദിച്ചാൽ ഇല്ല. അത് ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ അഥവാ ഒരു ഇൻഷുറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് മാക്സിമം കിട്ടുക 5 ലക്ഷം രൂപ വരെ നമുക്കത് കിട്ടുകയുള്ളൂ. ഈ 5 ലക്ഷം രൂപ കിട്ടുന്നതിന് തന്നെ ഒരു ലോങ് ടൈം എടുക്കുകയും ചെയ്യും. കാരണം ഇത് ബാങ്കിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സുകൾ കാര്യങ്ങളെല്ലാം നടന്ന് കഴിഞ്ഞ് അപ്രൂവൽ ആയതിനു ശേഷം മാത്രമേ ഈ 5 ലക്ഷം രൂപ കിട്ടുകയുള്ളൂ. അപ്പോൾ എഫ് ഡി കംപ്ലീറ്റ്ലി സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ എൻറ്റയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു എഫ് ഡി ആയിട്ട് തന്നെ ഒറ്റൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങളായിട്ട് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാതിരിക്കുക.